ബീഫ് അച്ചാർ റെഡിയാക്കാനായിട്ട് 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുക്കറിലൊരു 3 വിസിൽ വരെയൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 1 കിലോ ബീഫിന് ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുറച്ച് നേരത്തേക്ക് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കുക്കറിനകത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നത്. വേവിക്കുന്ന സമയത്ത് നമുക്കിതിനുള്ളിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ബീഫിനുള്ളിൽ നിന്ന് തന്നെയുള്ള വെള്ളം ഇതിനുള്ളിലേക്ക് ഇറങ്ങിക്കോളും. 3 വിസിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. അതിനകത്തിൽ ആവിയെല്ലാം പോയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനുള്ളിൽ അല്പം വെള്ളം കാണും. അപ്പോൾ അതൊന്ന് പറ്റി വരുന്നത് വരെ നമുക്ക് വീണ്ടും മുതൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തെടുക്കാം. നന്നായിട്ട് ഇതിനുള്ളിലെ വെള്ളമൊക്കെ നമുക്ക് പറ്റിയൊന്ന് കിട്ടണം. ഇതുപോലെ ബീഫിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരുമ്പോഴേക്ക് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ഉരുളിയോ അല്ലെങ്കിൽ ചുവടുകട്ടിയുള്ള വേറെ എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ആകുമ്പോൾ കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കാനായിട്ട് അത് സഹായിക്കും. നമുക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ ആ ബീഫെല്ലാം 2 തവണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ എണ്ണയ്ക്കകത്തിലേക്ക് തന്നെ പിന്നീട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തന്നെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനോട് ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ക്രിസ്പി ആവണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി എന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും കോരിയെടുക്കാം. അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നപ്പോഴേക്ക് ഞാനിത് എടുത്തു. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്തില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി ഫ്രൈ ചെയ്യണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ സെയിം എണ്ണയിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുക്കാം. പക്ഷേ അതിലേക്ക് ഈ മസാലയൊക്കെ ചിലപ്പോൾ ഒന്ന് കരിഞ്ഞ് അതിനുള്ളിൽ വീണ് കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അരിച്ചിതൊഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പാത്രം തന്നെ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വീണ്ടും അരിച്ച എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൽ ചേർക്കാനായിട്ട് ഏകദേശം ഒരു 100 ഗ്രാം ഇഞ്ചിയും ഒരു 100 ഗ്രാം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം എരിവിന് ആവശ്യത്തിനായിട്ട് അത് കൂട്ടുകയോ കുറയ്ക്കോ അവോയ്ഡ് ചെയ്യുകയോ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമുക്ക് അല്പം ഏറെ കറിവേപ്പിലയും കൂടി ഇതിന് ആവശ്യമായിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴേക്ക് നമുക്കതിനുള്ളിലേക്ക് ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം വേണം നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് എണ്ണയ്ക്കകത്തിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി, ഞാനിവിടെ ഒരു 3 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ബീഫ് പുരട്ടി വെച്ചപ്പോൾ നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനുള്ളിലേക്ക് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇനി നമ്മൾ ഇതിനുള്ളിലേക്ക് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനിയും എരിവ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ അല്പം കുരുമുളക് പൊടിയും കൂടി ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂണ് കായപ്പൊടിയും കൂടി ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ടതൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി അതെല്ലാം കൂടി ഇതിനുള്ളിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള ബീഫും കൂടെ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫിൽ എല്ലായിടത്തും ഒരുപോലെ തന്നെ ഈ അരപ്പ് പെരളുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കായപ്പൊടി, അതുപോലെ ഗരം മസാല, വിനാഗിരിയാണ്. അച്ചാറിലേക്ക് വിനാഗിരി ആഡ് ചെയ്യുമ്പോൾ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ചിലർ നേരത്തെ തന്നെ തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിട്ടാണ് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിലർ ഇതിനുള്ളിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കായപ്പൊടിയും ഗരം മസാല പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വിനാഗിരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഉപ്പ് നമുക്ക് കുറച്ചും കൂടെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ബാക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഗ്രേവി വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഈ അരപ്പും വിനാഗിരി എല്ലാം നല്ലപോലെ ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ ഇത് അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം. ഇതുവരെ ബീഫ് അച്ചാർ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.